പ്രകൃതിയിൽ കണ്ടുവരുന്ന പ്രകാശത്തിൻ്റെ വളരെ മനോഹരമായൊരു പ്രതിഭാസമാണ് റെയിൻബോ അഥവാ മഴവില്ല്. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസായ റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ റെയിൻബോ. റിഫ്രാക്ഷൻ എന്നത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയിലുണ്ടാകുന്ന ഡീവിയേഷനാണ്. അതിൽ തന്നെ ലൈറ്റ് ഡെൻസിറ്റി കൂടിയൊരു മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കുറഞ്ഞൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മീഡിയത്തിൻ്റെ ഇൻ്റർഫേസിൽ ലൈറ്റ് വന്ന് വീഴുന്ന ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ലൈറ്റ് ഏത് മീഡിയത്തിൽ നിന്നാണോ വന്നത് തിരികെ അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ആവുന്നു. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. മഴയ്ക്ക് ശേഷം അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചെറിയ പ്രിസം പോലെ ആക്ട് ചെയ്യുന്നു എന്ന് നമുക്കറിയാമല്ലോ. ആയതിനാൽ ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്ക് കടക്കുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുകയും പിന്നീട് വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഉള്ളിൽ, അതായത് ഇന്നർ ഫേസിൽ തട്ടി ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ റിഫ്ലക്റ്റ് ആവുന്ന ഈ ലൈറ്റ് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ച് പുറത്തേക്ക് വരികയുമാണ് ചെയ്യുന്നത്. സൂര്യപ്രകാശം എന്നത് പല നിറങ്ങൾ അടങ്ങിയതാണ് എന്ന് നമുക്കറിയാമല്ലോ. അതിൽ തന്നെ വയലറ്റ് നിറത്തിനാണ് ഏറ്റവും കുറവ് വേവ് ലെന്ത് ഉള്ളത്. റെഡിനാണെങ്കിലോ കൂടുതൽ വേവ് ലെന്താണ് ഉള്ളത്. ആദ്യ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചെറിയ പ്രിസം പോലെ ആക്ട് ചെയ്യുന്നതിനാൽ ഈ ലൈറ്റ് പല നിറങ്ങളായി സ്പ്ലിറ്റ് ആകുന്നു. അതിൽ തന്നെ വയലറ്റ്, ബ്ലൂ നിറങ്ങൾക്ക് കൂടുതൽ ബെൻഡിങ് സംഭവിക്കുന്നു. എന്നാൽ റെഡ്, ഓറഞ്ച് തുടങ്ങിയ നിറങ്ങൾക്ക് കുറവ് ബെൻഡിങ്ങേ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ റെയിൻബോ കാണാൻ ഇടയാവുന്നു. വളരെ റെയറായി മാത്രം കാണാൻ സാധിക്കുന്ന മറ്റൊരു തരത്തിലുള്ള റെയിൻബോ ആണ് സെക്കൻഡറി റെയിൻബോ. നേരത്തെ പറഞ്ഞതുപോലെ 2 തവണ റിഫ്രാക്ഷനും പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി 2 തവണ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷനും നടക്കുമ്പോൾ മാത്രമാണ് സെക്കൻഡറി റെയിൻബോ കാണാനായി ഇടയാവുന്നത്. പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, പ്രൈമറി റെയിൻബോയിൽ വയലറ്റിൻ്റെ ഡീവിയേഷൻ ആംഗിൾ ഏകദേശം 40 ഡിഗ്രി ആണെങ്കിൽ സെക്കൻഡറി റെയിൻബോയിലോട്ട് വരാൻ നേരത്ത് അത് ഏകദേശം 50 ഡിഗ്രിയായി ഉയരുന്നു. മറ്റൊരു പ്രധാന വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, പ്രൈമറി റെയിൻബോയിൽ റെഡ് കളർ ഔട്ടർ എഡ്ജിലും വയലറ്റ് കളർ ഇന്നർ എഡ്ജിലുമായാണ് കാണുന്നത്. എന്നാൽ സെക്കൻഡറി റെയിൻബോയിലോട്ട് വരാൻ നേരത്ത് ഇത് നേരെ തിരിയുകയാണ് ചെയ്യുന്നത്. വയലറ്റ് കളർ ഔട്ടർ എഡ്ജിലും റെഡ് കളർ ഇന്നർ എഡ്ജിലുമായി കാണപ്പെടുന്നു. അങ്ങനെ നമുക്ക് ഈ 2 റെയിൻബോ തമ്മിൽ തിരിച്ചറിയാനായി സാധിക്കുന്നു. ഇതൊക്കെയാണ് പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെന്ന് പറയുന്നത്.